പ്ലാൻസ് വേഴ്സസ് ബ്രെയിൻ റോട്ടാണ്. ഞാനിത് ഇപ്പം ഇത്രയും പ്ലാൻസ് ഉണ്ട്. എനിക്കറിയാം വലിയ ഓവർ പവർഡ് അല്ലെന്ന്. പിന്നെ അത് ഇത്രയും സാധനങ്ങളേ ഉള്ളു. നമ്മളിപ്പോൾ ഇന്ന് ഈ പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഇവൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒരെണ്ണം കൂടിയും വരികയാണെങ്കിൽ റോസ്റ്റ് ക്യാരറ്റ്സ് ചൂസ് ചെയ്തിടും. ഇത് നുട്കറാനി എൻട്രി പോർഷനും കിട്ടും നമുക്ക്. സോ ഇപ്പം തന്നെ 105 ആയി. ഇനിയും ഉണ്ടാകണം. ഇനി ഒരു 250 ആകുമ്പോഴേക്കും നമ്മൾ തീരും. ഈ കാണുന്ന പുള്ളീനെ കണ്ടോ? ഈ പുള്ളിയാണ് ഈ കാണുന്ന പുള്ളി. നോക്കട്ടെ. ഓ, അത് ജൂനിയർ, ഇത് സീനിയർ. ഓക്കെ. ഞാൻ എപ്പോഴും ബോറാകുമ്പോൾ ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ചാടും. അത് വലിയ സക്സസ് ആയൊന്നുമില്ല. ഇനി നമുക്ക് കാശ് കളക്ട് ചെയ്യാം. കാശ് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം എനിക്ക് ഫ്രണ്ട്സ് തന്നെയാണ് ഗൈസ്. ഞാൻ അത്ര റിച്ചൊന്നുമല്ല. 25 ബില്യൺ. ഓക്കെ. എൻ്റെ ഈ ഗ്രോവ ഗാർഡനിൽ ഇതിനൊക്കെ കൂടുതലുണ്ട്. ഇത് കുറവാണ്. ഓക്കെ. ഈ ബ്രെയിൻ റോട്ട്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഇച്ചിരി സ്നോ ബോൾ കിട്ടും. ഇതെന്തത്? ഡയമണ്ട്. വലിയത് ഡയമണ്ട്. സ്നോവി കളക്ട് ചെയ്യാം. സ്നോവി. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ഇപ്പം 10 ഇത് കൂടി കിട്ടി. ഇനിയുള്ള സ്നോയും കളക്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് റീബർത്ത് ചെയ്യണം. അപ്പം നമുക്ക് ഇതും കൂടി അൺലോക്ക് ചെയ്യണം. ഇപ്പം ഈ വരാണ് ഒന്നും സ്നോവി അല്ലല്ലോ. തനിയെ സ്നോ ബോൾ കിട്ടും ഇടയ്ക്കൊക്കെ ലക്ക് ഉണ്ടെങ്കിൽ. അല്ലെങ്കിലും തനിയെ സ്നോ ബോൾ കിട്ടും. എൻ്റെ പുതിയ ബാറ്റാണ് ഗൈസ്. ഇത് ഇന്ന് കിട്ടിയതാ. ഇത് 120 ഡാമേജ് ചെയ്യും. ഓവർ പവർഡ്. ഇത് ഭയങ്കര ഓവർ പവർഡൊന്നും അല്ല എന്നാലും. പക്ഷേ ഇനി നമ്മളെല്ലാം സ്നോവി കളക്ട് ചെയ്യണം. സ്നോവി കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിച്ചിരി പാടാണ്. ഇതിപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് സ്നോവി വരിക. ഈ ലെജൻഡറി അല്ലേ ഇപ്പോൾ ഈ ബാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഓക്കെ. +5 സ്നോ ബോള്. ഇനി എന്താ ചെയ്യാം? ഇനി വെയിറ്റ് ചെയ്യണം. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇതിനു വേണ്ടി കുറേ കഷ്ടപ്പെട്ടായിരുന്നു. കുറേ. ഇപ്പം ഇത് സിമ്പിളായിട്ടെല്ലാം കിട്ടും. ഇതിപ്പം ഈസിയാണ്. ഇതാണ് എൻ്റെ പ്ലാൻസ്. എനിക്കറിയാം കുറേ പേർക്ക് ഇതിനൊക്കെ ഓവർ പവർഡ് ഉണ്ട്. നല്ല പേര്. ഇനി വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ AFK ചെയ്യുന്നു. ഗൈസ്
ഞാൻ ഇതിപ്പോൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഷോക്കേസ് കാണിക്കാം. ഇവൻറ്റ് ഈ ആയിട്ട് രണ്ടാമത്തെ ദിവസം കണ്ടായിട്ടുള്ളൂ. ഇന്നലെ ഞാൻ കയറിയതാണ്. ഇതിപ്പോൾ 2 ദിവസം മതി ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ. എക്സൈറ്റ്മെൻറ്റ് കൂടി വരുവാണ് ഗൈസ്. ഇതിപ്പം വിൽക്കാം. ഗോൾഡിൽ എന്തൊക്കെയാണെന്നാലും ഞാൻ വിൽക്കും. ഓക്കെ, സ്നോ ബോൾ ഇനിയും കിട്ടി. ഇത് 5 സ്നോ ബോളുള്ള കുറവാണല്ലോ. അതെ, സ്നോയ് 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 സ്നോയ്. ഇതെന്ത് ഇത് ലക്കാണ് ഇത് എനിക്ക്. വിച്ച് 7.2 കിടക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുക്കാൻ പാടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇതിപ്പം ഒന്നെടുക്കാമെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഗൈസ്. ഓക്കെ, തീരാറാവുമ്പോഴും ഇതിപ്പോൾ ഇച്ചിരി സ്നോ ബോളേ കിട്ടുന്നുള്ളൂ. അത് കഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഈ സ്നോ എല്ലാം കളക്ട് ചെയ്ത് ഈ ഇവൻറ്റ് കഴിയുകയാണെങ്കിൽ ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ കെനലോണിനെ തോൽപ്പിക്കാന്നുള്ളതാണ്. ഈ ഗെയിമിൽ കുറേ ബോസ് ഉണ്ട്. ഞാനിപ്പോൾ റീബർത്ത് ചെയ്തുകൊണ്ട് ബോസുകളെ ഒക്കെ അറ്റാക്ക് ചെയ്യാം. ഇപ്പം സ്നോയി ബ്രെയിൻ റോട്ട് എഴുതുന്നവരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ഗാർഡനിൽ വന്നിട്ട് പോയല്ലോ അത്. മട്ടയോ സ്നോയ് സ്നോയ്. എന്തോ ഇത് കുറവ് സ്നോ ബോളാണല്ലോ കിട്ടുന്നത്. ആകാശത്തുനിന്ന് വരുമ്പോൾ ഇച്ചിരി കൂടുതൽ കിട്ടുന്നുണ്ട് സ്നോ ബോൾസ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. സ്നോവി ബ്രെയിൻ റോട്ട് വരുമ്പോൾ അറ്റാക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിള്. ഹൈ മീം ലക്കി ബ്ലോക്ക് ലക്കി ബ്ലാക്ക്. ഓക്കെ, നമുക്കത് കിട്ടി. ഇതാണോ ലക്കി ബ്ലോക്ക്? ഇത് ലക്കി ബ്ലോക്ക് കാണുന്നില്ലല്ലോ. സൈസ് പോഷൻ സെർച്ച് ചെയ്യാം. ലക്കി മീം ബ്ലോക്ക്. എനിക്കെന്തോ കിട്ടിയേ? നമുക്ക് എന്തോ കിട്ടുന്നു. ലിമിറ്റഡ് എന്ന് സെർച്ച് ചെയ്താൽ വരുമോ? ഓ, ഇതാണോ കിട്ടിയത്? എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ആ മൊമെൻ്റ് എത്താറായി ഗൈസ്. ഞാൻ ഫൈനലി ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ സിമ്പിളാണ് ഈ ഇവൻറ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. യെസ്. ഫുള്ള് സ്നോ ബോൾ കിട്ടി. ഇതും കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് അറിയോ? അപ്പം ഇനി നേരെ അങ്ങ് ഓടിച്ചല്ല. ഈ ഇവൻറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബാഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും അറിയില്ല ഗൈസ്. അങ്ങനെ അത് ബിൽഡ് ചെയ്തു. വി മേഡ് ഇറ്റ് ആൻഡ് ദേർ സം കൂൾ സ്റ്റഫ് ആൻഡ് ടു. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയത്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇനി നമുക്ക് തിരിച്ചു വേണമെന്ന് തോന്നി. ഇനിയിപ്പോൾ ഇത് ആവശ്യമില്ല.
നമുക്ക് നോക്കാം. എനിക്ക് വലിയതാണല്ലോ കിട്ടിയത്. എനിക്ക് 11K ഉള്ളത്. സ്ക്വാളോ കൻവാലോ ഇവിടെ വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതാണ് എൻ്റെ ഹോം മെയ്ഡ് WRL ഗൈസ്. ഇതിപ്പോൾ ഇന്ന് കിട്ടിയതാണ് ഇതെല്ലാം. ഗൈസ് ഇതാണ് ഷോക്കേസ്. ഗൈസ് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ? ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനിയിപ്പം സ്റ്റോറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ബോറടിക്കുന്നു. കിട്ടുന്നില്ല, ഒന്നുമില്ല. ഇച്ചിരി വാട്ടർ മെലോണിൻ്റെ സീഡ് ഉണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചെയ്യാം. അപ്പോൾ വാട്ടർ മെലോൺ അല്ലെങ്കിൽ നമുക്ക് റോസ് ക്യാരറ്റ് ഇവിടെ വയ്ക്കാം. പ്രീമിയം ബക്കറ്റിൻ്റെ വാട്ടറിൻ്റെ എത്ര സമയം എടുക്കും നോക്കാം ഗൈസ്. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ബനാനയുടെ മറ്റേ ഗണ്ണെടുക്കണം. ബനാനയുടെ ഗണ്ണ് ഇത് ഇടുമ്പോൾ ഗ്രോ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇച്ചിരി സ്പീഡിൽ ഗ്രോ ആവുന്നുണ്ട്. റോസ്റ്റ് ക്യാരറ്റ്സ് ലിമിറ്റഡ്. ഇത് രണ്ടുമാണ്. അതൊന്നും വലിയ ആവശ്യമില്ല. ഓക്കെ, ഇനി പിന്നെ നമുക്കിത് ഗ്രോ ആയി കഴിഞ്ഞിട്ട് മറ്റേ പുതിയ ഒരു ഈ സൈസ് പോർഷൻ ഉണ്ട്, സൈസ് പോർഷൻ ഒഴിക്കാം ഗൈസ്. ഇനിയിപ്പം യെസ് ഇനിയിപ്പോൾ 1 മിനിറ്റ് മതി. അത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് തീർക്കാം. എനിക്കെന്തോ തന്നെയാണെന്ന് അറിയില്ല ഈ ബനാനയുടെ ഗണ്ണിടുന്ന ഇതിൽ. റോസ്റ്റ് ഡ്രാഗൺ കെനലോണി ഇപ്പം തന്നെ വന്നു. ഈസി ബോസ് ഇതിപ്പോൾ തന്നെ തീർക്കാമല്ലോ. ഡ്രാഗൺ കെനലോണി തീർന്നു ഗൈസ്. നമുക്ക് എടുത്ത് നോക്കാം. ഫേവറേറ്റ് അതാകുമ്പോൾ വിൽക്കാണ്ട. ഒരു ലാസ്റ്റ് ഒരു ഫ്രണ്ടിനെ കാണുമ്പം സൈസ് പോർഷൻ ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഇതുണ്ട്. ഗൈസ് ഇത് പണി പറ്റി. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാം. അങ്ങനെ ഗൈസ് ഇതാണ് ഈ സ്റ്റൂവിൻ്റെ
ഓക്കെ 71 ഡാമേജ് ആണ് ചെയ്ത്. മറ്റേ ഐസി വാട്ടർ മെലോൺ എടുക്കാം. ഐസി വാട്ടർ മെലോണും കൂടി എടുക്കാം. ഇനി ഞാനെന്താ ചെയ്യും? നമുക്ക് ചുമ്മാ ആടെങ്കിലൊക്കെ ഗാർഡൻ പോയി നോക്കിയിട്ട് വരാം. എൻ്റെ സെയിം ബ്രെയിൻ റോട്ടൊക്കെ തന്നെ, പക്ഷെ ഇച്ചിരി ഡിഫറെൻറ്റ് ബ്രെയിൻ റോട്ടുള്ളൂ. എത്രയേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ ഉണ്ട്. ഡബ്ല്യു എല്ലും ഒക്കെ. പിന്നെ ഡബ്ല്യു ഓർ എല് ഒക്കെ ഉണ്ട്. ഇതിനും ഉണ്ട് അത്. ഇതാരാ? എനിക്കിപ്പോൾ ഒരു സ്റ്റാർ ഫ്രൂട്ട് കിട്ടി ഗൈസ്. സ്റ്റാർ ഫ്രൂട്ട്. ഓക്കെ, നമുക്കൊരു സ്റ്റാർ ഫ്രൂട്ട് കിട്ടി. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പം എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, സ്റ്റാർ ഫ്രൂട്ട് ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ഓവർ പവർഡ് ആണിത് ഗൈസ്. നാളെ വീഡിയോ ഇടാം. ഇനി നാളെ ഇത് വളർന്ന് കഴിഞ്ഞിട്ടുള്ള ഐസി വാട്ടർ മെലോണിൻ്റെ വളർന്ന് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണിക്കാം ഗൈസ്. ഗൈസ് ഇതിപ്പം 30 ബില്യൺ കിട്ടി. ഇപ്പം തന്നെ സിമ്പിളായിരുന്നു. ഇനി വല്ലതും സ്റ്റോറിലുണ്ടോ നോക്കാം. കാരണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ സ്റ്റോറിലുണ്ടോ നോക്കാം. ഒന്നുമില്ല പിന്നെ. ഇനി നമുക്ക് റീസെറ്റ് ചെയ്യാം ഇവൻ്റ്. അതെ, റീസെറ്റ് 100 മില്യൺ റീസെറ്റ്. ഓക്കെ, ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഞാൻ ഇതിപ്പം എല്ലാം സെല് ചെയ്യാൻ പോവാം. എന്തോ സീക്രട്ട് കിട്ടിയേ. സീക്രട്ട് മ്യാവ് സ്ലോ മ്യാവ്. ഓക്കെ, ഇത് നമ്മൾ ഫേവറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേവറേറ്റ് ചെയ്താൽ വിൽക്കാൻ കഴിയില്ല ഗൈസ്. സോ ഓക്കെ, ഇനി നോ നീഡ്
ഇനി 6ാമത്തെ റീബർത്ത് വേണം ബോസിനെ കിട്ടണമെങ്കിൽ. ആൻഡ് ഇതിപ്പോൾ ഇനി ഫ്ലോസ്ട്രാലറിത്തോസും പിന്നെ ക്രേസി പിശയോ അവസാനം കണ്ടതാണ് ജംപ് സ്കെയർ അറ്റാക്ക് ചെയ്യാൻ. ഈസി ഗൈസ് ഇതായിരുന്നു ഇത് മറ്റേ എനിക്ക് ഇപ്പം കംപ്ലീറ്റ് ചെയ്യേണ്ട മറ്റേ സീക്രട്ട് ബോസ്. ഫ്രോസ്റ്റ് ബ്ലോവർ, കുറച്ച് ഗ്രനേഡ് ഉണ്ട്. അത്രേ ഉള്ളൂ. MR ക്യാരറ്റൊക്കെ നമുക്ക് ഷവൽ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഇൻഡെക്സ് നോക്കാം ഗൈസ്. മറ്റേ സോഫ മോൺസ്റ്ററോ അതെന്താ സോഫ? നമുക്ക് അതിൻ്റെ പേരെന്താണെന്ന് നോക്കാം. ആൻഡ് എന്തോ കുഷ്യൻ മോൺസ്റ്റർ. ഓക്കെ, അങ്ങനെ നമുക്കത് കിട്ടി. ദ മോൺസ്റ്റർ അണ്ടർ മൈ സോഫ ബി ലേക്ക്. അങ്ങനെ നമ്മളത് തീർത്തു. ഇനിയിപ്പം നാളെ ഇത് റെഡി ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യണ്ട. നാളെ പുതിയ അടുത്ത വീഡിയോ ഇടാം. എന്നിട്ട് കുഷ്യൻ മോൺസ്റ്ററിൻ്റെ ഒക്കെ ഈ ഷോക്കേസ് ഇട്ടിട്ട് ഇത് 5 per സെക്കൻഡ് ഉള്ള വലിയ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാലും ഇതിപ്പോൾ എത്രയോ നമുക്കിതിപ്പോൾ കിട്ടിയത് ഭാഗ്യമായി ഗൈസ്. ഓക്കെ, 1 in 580,000. നമുക്കിത് ചുമ്മാ ഷോപ്പ് കാണിക്കാം. നമുക്ക് എന്തൊക്കെയാ റിവാർഡ് കിട്ടുന്നത്? എന്തോ ചിന്ന ഓക്കെ, ഇതൊക്കെ ക്രിസ്മസ് കാർഡ് കിട്ടി കുറേ. പോക്കിമാൻ കാർഡ് കിട്ടാണല്ലോ ഇത്. ലിമിറ്റഡ് അൺകോമൺ, കോമൺ, ലിമിറ്റഡ്. അങ്ങനെ നമുക്കൊരു ഒരു സാധനം 2 വട്ടം കിട്ടിയിട്ടുണ്ട്.